ഹലോ എവരിവൺ, എഞ്ചിനീയറിംഗിലെ വിവിധ ബ്രാഞ്ചുകളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സീരീസാണ് എൻ റൂട്ട്. എൻ റൂട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഓൾഡസ്റ്റും അതുപോലെ ഇപ്പോഴും ട്രെൻഡിങ്ങിലുള്ള ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്താ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസൈനിങ്, മാനുഫാക്ചറിങ്, ഓപ്പറേഷൻ, ടെസ്റ്റിംഗ്, ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് റിപ്പയർ ഓഫ് മെക്കാനിക്കൽ സിസ്റ്റംസ് ആൻഡ് മെഷീൻസ് ആണ് മെയിൻലി എന്ത് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഡിവിഷനിൽ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു വൈദഗ്ധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പെട്രോൾ എഞ്ചിൻ, ഡീസൽ, ടർബൈൻ, പമ്പ്, ലിഫ്റ്റ്, എലവേറ്റർ, എസ്കലേറ്റർ, കാർ, ബസ്, എയർക്രാഫ്റ്റ് എന്നിവയുടെ എല്ലാ ഡിസൈനിനകത്തും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ വളരെ വലുതാണ്. സോ ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ ഏരിയയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിരവധി മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരു സാധ്യത നൽകുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ്. മെക്കാനിക്കൽ സിസ്റ്റംസ് ഇല്ലാതെ അല്ലെങ്കിൽ ഡിസൈൻ ഇല്ലാതെ ഇന്ത്യൻ റെയിൽവേ വർക്ക് ചെയ്യാനേ നമുക്ക് സാധിക്കില്ല. ട്രെയിൻസ് ആയിക്കോട്ടെ, ട്രാക്സ് ആയിക്കോട്ടെ, അതിൻ്റെ ട്രാക്ഷൻ പർപ്പസുകളായിക്കോട്ടെ, ഇതെല്ലാം മെക്കാനിക്കൽ ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പവർ ജനറേഷൻ സ്റ്റേഷൻസ് അല്ലെ, പവർ സ്റ്റേഷൻസ്, തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഉണ്ട്. ഇതിനകത്തെല്ലാം നമുക്കറിയാം ടർബൈൻസും പമ്പിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. മെക്കാനിക്കലും ഇലക്ട്രിക്കലും തമ്മിൽ എന്താണ് ഒരു റിലേഷൻ തന്നെയുണ്ട്. കാരണം മെക്കാനിക്കൽ ഉള്ളിടത്തെ ഇലക്ട്രിക്കൽ ഉള്ളൂ, ഇലക്ട്രിക്കൽ ഉള്ളിടത്തെ മെക്കാനിക്കൽ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഈ പമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ടർബൈൻസ് കറക്കി വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിയാണ് പിന്നെ നമുക്ക് ജനറേറ്റർ വഴി യൂസ് ചെയ്ത് നമ്മൾ ബാക്കി പർപ്പസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം ഇല്ലാണ്ട് നമുക്ക് അതൊരിക്കലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഇതുപോലെയുള്ള പവർ സ്റ്റേഷൻസിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി വിദേശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എയർക്രാഫ്റ്റിൻ്റെ മാനുഫാക്ചറിങ്, ഡിസൈനിങ്, എയർ ബസ് അങ്ങനെയുള്ള ഒക്കെ കമ്പനീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ജോലിക്ക് സാധ്യതയുണ്ട്. പിന്നെ ISRO അതേപോലെ തന്നെ നമ്മുടെ സ്പേസ് മിഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റേഷൻസിലൊക്കെ നമുക്ക് ജോലി ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ബ്രാഞ്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, പിന്നെ നമുക്ക് മെഷീൻ ഡിസൈനിങ് ഉണ്ട്, തെർമോ ഡൈനാമിക്സ് ഉണ്ട്, എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, പിന്നെ വന്നിട്ട് അപ്ലൈഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, ദെൻ കൺട്രോൾ സിസ്റ്റം. ഇതേപോലെ തന്നെ മെഷീൻ ഡ്രോയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡ്രോയിങ്, കാരണം നിങ്ങൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോയിങ് ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്ക് പേപ്പറിൽ വരയ്ക്കേണ്ട ഡ്രോയിങ്ങും ഉണ്ട്, അതേപോലെ AutoCAD സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വരുന്നത് മാനുഫാക്ചറിങ് ടെക്നോളജി, പിന്നെ മെറ്റീരിയൽ സയൻസ്. സോ ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കി സബ്ജക്റ്റുകളും ഉണ്ട്, എന്നാലും കോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും നല്ല നോളജും ആവശ്യം തന്നെയാണ്. സോ ഒരു ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഡിസൈനിങ് രീതിയിൽ ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ബ്രാഞ്ച് തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ കരിയർ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാം, എന്നാലും പക്ഷേ വൺസ് നമുക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിൽ തന്നെയാണ്. സോ എല്ലാവരും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. നമുക്ക് എൻ റൂട്ടിൽ പുതിയൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.